ഹലോ, ഈ കറീൻ്റെ ടേസ്റ്റില്ല പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റൂല കേട്ടോ. ഉണക്കച്ചെമ്മീനും വെണ്ടയ്ക്കയും യൂസ് ചെയ്തിട്ട് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഞാനിതാ മൺചട്ടി കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇതിലേക്കില്ലേ മൺചട്ടി ഒന്ന് ചൂടായി വരുന്ന ടൈം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുന്ന ടൈം 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടി വരുന്ന ടൈം 1 പിടി ചെറിയുള്ളി ഇതേപോലെ ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളടുത്ത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ സാധാ ഉള്ളിയില്ലേ അതിൻ്റെ പകുതി എടുത്ത് ഇതേപോലെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമൊക്കെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് കളറൊക്കെ മാറി വരുന്ന ടൈം നമുക്കിതിലേക്ക് 2 വലിയ തക്കാളിയില്ലേ അത് ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇടുന്ന ടൈം ഞാനൊന്ന് ഈ കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതിനല്ല തക്കാളിയിലേക്കും കൂടി തീ വേഗം ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൺചട്ടി വെക്കുന്ന ടൈമില്ലേ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് ചട്ടി ഇതാക്കി എടുക്കലായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അങ്ങനെ ഇതാ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കട്ടോ. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് അരമുറി തേങ്ങ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകയില്ലേ അതും പിന്നെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് രീതിയിലാണ്. പിന്നെ നിങ്ങളെ മിക്സീൻ്റെ അരവ് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഈ ഒരു ടൈം കൊണ്ട് തന്നെയില്ലേ നമ്മളെ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കില്ലേ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി മുളകിൻ്റെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും 1 പിടി ചെമ്മീനും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 10 വെണ്ടയ്ക്ക കേട്ടോ എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാലേ ഈ കറി നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറൊക്കെ ഏത് അറിയേ ചെയ്യൂല ചോറൊക്കെ തിന്നാണെങ്കിൽ ഈ ഒരു കറി വെച്ചിട്ട് അത്രയും ടേസ്റ്റ് കേട്ടോ. ഇതാ ഞാൻ നല്ലപോലെ വെണ്ടയ്ക്കയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെടുത്ത് ഉണക്കച്ചെമ്മീനില്ലെങ്കിൽ സാധാ ചെമ്മീൻ വെച്ചിട്ടും നമ്മൾ മുരിങ്ങക്കായൊക്കെ വെക്കാറില്ലേ അതേപോലെ ഈ ഒരു രീതിയിലും കൂടി ഉണ്ടാക്കുക കേട്ടോ. വെണ്ടയ്ക്കയും സാധാ നോർമൽ പച്ച ചെമ്മീനില്ലേ അതും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ എനിക്ക് അതിനെക്കാട്ടി ഇഷ്ടമായിട്ടുണ്ടായത് ഈ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ അതൊന്ന് നല്ലപോലെ തിളച്ച് വരുന്ന ടൈം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് വേഗം തീ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. സംഭവമില്ല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നൊന്നല്ല. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും വിട്ടു പോകരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ